ഹലോ നമസ്കാരം. നമ്മൾ ഇന്ന് ബഡ്ജറ്റായിട്ട് എങ്ങനെ ഒരു ബെഡ്റൂമിൽ വാർഡ്രോബ് സെറ്റ് ചെയ്യാമെന്നതിനെ കുറിച്ചൊരു ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട് നമ്മളെ വീഡിയോ കാണുമ്പോൾ. അപ്പോൾ അതിൽ ഒരു പ്രീമിയം ക്വാളിറ്റി ആയിട്ടും പിന്നെ ഒന്ന് ബഡ്ജറ്റായിട്ടും നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ട് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ അലുമിനിയത്തിൻ്റെ ഫ്രെയിം വെച്ചിട്ട് അതിൽ PVC ഷീറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഏകദേശം 3, 4, 5, 6 ഡോറ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ഇവിടെ ഒരു പ്ലെയിൻ ആയിട്ടൊരു സ്പേസ് ഉണ്ട്. ഈ അലമാര കഴിഞ്ഞതിന് ശേഷം വാർഡ്രോബ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു മിറർ യൂണിറ്റ്, ജസ്റ്റ് ഒരു ഷോക്കേസ്, അതിൻ്റെ അടിയിൽ 2 ഡ്രോ, അങ്ങനെ ആയിട്ടാണ് ഏറ്റവും ടോപ്പിലൊരു ഡ്രോ. പിന്നെ ഇവിടെ നമുക്കൊരു ലൈറ്റ് LED ഒക്കെ സെറ്റ് ചെയ്യാം. അങ്ങനെ ഒരു കുറഞ്ഞ ബഡ്ജറ്റിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു അലമാരയാണിത്. അപ്പോൾ ഇതിൽ അത്യാവശ്യം ഇവിടെ 2 ഡ്രോ വരുന്നുണ്ട്, പിന്നെ ഒരുപാട് തട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബെഡ്റൂമിലെ സൈസിനനുസരിച്ചിട്ട് അതേപോലെ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റും. കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യൽ ഒരു 3 ഡോർ വിത്ത് മിററാണ് ചെയ്യാറുള്ളത്. ഇതിന് നമ്മൾ ഏകദേശം 6 ഡോർ ഇതിന് കൊടുത്തിട്ടുണ്ട്. കാരണം അത്യാവശ്യം സ്പേസ് ഉണ്ട്. പിന്നെ ഡോറിൻ്റെ സൈസ് വീതി കുറച്ചിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കോമൺ ആയിട്ട് വാർഡ്രോബിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1.5 മീറ്ററിൻ്റെ ഉള്ളിലാണ് നമ്മൾ ചെയ്യാറുള്ളത് നോർമലായിട്ട്. ഇത് അത്യാവശ്യം സ്പേസ് ഉണ്ടായത് കൊണ്ടും പിന്നെ ഈ 6 ഡോർ കൊടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ്, ചെറിയതായിട്ട് ഡ്രസ്സൊക്കെ നമ്മൾ ഇപ്പോൾ ഈ ഒരു ഡോറ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഡ്രസ്സുകൾ ഒരുപാട് നമുക്ക് അടുക്കി വെക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്തത്. ഈ 2 സെക്ഷൻ അങ്ങനെ, പിന്നെ ഷർട്ട് ഹാങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ നമ്മുടെ ബെഡ്റൂമിനനുസരിച്ചുള്ള സ്പേസും പിന്നെ നമ്മുടെ ബഡ്ജറ്റും അനുസരിച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് കുറഞ്ഞ രീതിയിൽ എങ്ങനെയാണ് ഏറ്റവും കുറഞ്ഞ രീതിയിൽ എന്നാൽ കൂടുതൽ ലൈഫ് കിട്ടുന്ന ഒരു വാർഡ്രോബ് എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത്. അതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഇത് തന്നെയാണ്. നമ്മൾ ഫെറോ സിമെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പിന്നെ സെപ്പറേറ്റ് നമുക്ക് ഏറെ വർക്ക് വരിക ചെയ്യുക. കാരണം ഡയറക്റ്റ് സ്ക്രൂ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ അലുമിനിയത്തിൻ്റെ ഫ്രെയിം വെച്ചിട്ട് PVCയുടെ ഷീറ്റ് വെച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ്.